ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇ കൊമേഴ്സ് അപ്ലിക്കേഷൻ്റെ ഡാറ്റാബേസ് ഡിസൈനിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ആണ് ചൂസ് ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യണം. സോ നമ്മുടെ കേസിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാനായിട്ട്. ലൈക്ക് നോ എസ് ക്യു എൽ ഡാറ്റാബേസസ്, എസ് ക്യു എൽ ഡാറ്റാബേസസ്. സോ നമ്മുടെ ഇ കൊമേഴ്സ് അപ്ലിക്കേഷൻ്റെ യൂസ് കേസ് അനുസരിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് എസ് ക്യു എൽ ഡാറ്റാബേസാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇ കൊമേഴ്സ് അപ്ലിക്കേഷൻ്റെ ഒരു ഡാറ്റയുടെ സ്ട്രക്ചർ അറിയാം. ലൈക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇ കൊമേഴ്സ് അപ്ലിക്കേഷനിൽ വേണ്ടത്. ലൈക്ക് ഒരു യൂസേഴ്സ് വേണം, പ്രൊഡക്ട്സ് വേണം, ഓർഡേഴ്സ് വേണം, പേയ്മെൻറ്റ് ടേബിൾ വേണം. സോ നമുക്ക് ആ ഒരു എൻറ്റിറ്റി റിലേഷൻഷിപ്സ് എല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് എസ് ക്യു എൽ ഡാറ്റാബേസ് ആണ്. എസ് ക്യു എൽ ഡാറ്റാബേസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റയുടെ സ്ട്രക്ചർ പ്രോപ്പറായിട്ട് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റയുടെ സ്ട്രക്ചർ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് നോഎസ്ക്യൂഎൽ ഡാറ്റാബേസിലാണ്. പക്ഷേ നമ്മുടെ ഒരു സ്ട്രക്ചർ ഒരു ഡിഫൈൻഡ് സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ കുറേ റിലേഷൻഷിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എസ്ക്യൂഎൽ ഡാറ്റാബേസ് ആണ്. സോ നമ്മൾ നമ്മുടെ ഇ കൊമേഴ്സ് അപ്ലിക്കേഷന് വേണ്ടിയിട്ട് എസ്ക്യൂഎൽ ഡാറ്റാബേസ് ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഡാറ്റാബേസ് ഡിസൈനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മുടെ ഇ കൊമേഴ്സ് അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള എസ് ക്യു എൽ ഡാറ്റാബേസിൻ്റെ ഒരു ബേസിക് ഡിസൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റിവ്യൂ ചെയ്യാം. സോ നമ്മുടെ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ DB ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇതിലെനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതിൽ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്നത് ഒരു കോഡ് സ്ട്രക്ചർ പോലെയാണ്. ലൈക്ക് നമ്മൾ ഓരോ ടേബിൾസും ഡിഫൈൻ ചെയ്യണം. ആ ടേബിൾസിനുള്ള റിലേഷൻഷിപ്പും നമുക്ക് ഇതിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയഗ്രാം ആ കോഡ് വെച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഇ കൊമേഴ്സ് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ എന്തൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഒരു ഇ കൊമേഴ്സ് അപ്ലിക്കേഷനിൽ നമുക്ക് മെയിൻലി വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് മെയിൻലി അറിയാവുന്നത്, അതിലൊരു യൂസേഴ്സ് ഉണ്ടാകും. ലൈക്ക് മെയിൻലി യൂസേഴ്സ് ആണ് ഈ ഇ കൊമേഴ്സ് അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ അതിൽ പ്രോഡക്ട്സ് ഉണ്ടാകും. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഉണ്ടാകുമ്പോൾ ആ പ്രോഡക്ട്സിനൊരു കാറ്റഗറി ഉണ്ടാകും. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോണാണ് എടുക്കുന്നതെങ്കിൽ ആ മൊബൈൽ ഫോൺ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് യൂസേഴ്സ് ടേബിൾ വേണം, പ്രോഡക്ട്സ് ടേബിൾ വേണം, ഒരു കാറ്റഗറി ടേബിൾ വേണം. പിന്നെ യൂസർ ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഓർഡർ ഉണ്ടാവും. ലൈക്ക് ഒരു ഓർഡർ ടേബിൾ ഉണ്ടാവും ആ യൂസർ പർച്ചേസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ ഓർഡേഴ്സിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടാവും. ലൈക്ക് ഒരു യൂസർ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഓർഡറിൽ ഡിഫറെൻറ്റ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഒരു ഓർഡറിൻ്റെ അണ്ടറിൽ മൾട്ടിപ്പിൾ ഓർഡർ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഓർഡർ ഐറ്റംസിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ ഈ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് എൻറ്റിറ്റീസ് നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാവും ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ആ എൻറ്റിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള ഒരു DB ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേസിൽ ഞാനൊരു ബേസിക് ആയിട്ടുള്ള ഒരു DB ഡിസൈൻ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു യൂസേഴ്സ് ടേബിൾ ഉണ്ട് നമുക്ക്. അപ്പോൾ യൂസേഴ്സ് ടേബിളിൻ്റെ ഉള്ളിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഒരു യൂസറിൻ്റെ കയ്യിൽ നിന്ന് ബേസിക് ആയിട്ട് കളക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, അവരുടെ ഇമെയിൽ അഡ്രസ്സും ഫുൾ നെയിമാണ്. അപ്പോൾ അത് ഞാൻ ഡാറ്റാബേസിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ടൊരു കോളം ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് ഹാഷ് ആണ്. അതായത് നമ്മുടെ യൂസർ ഒരു ഇമെയിൽ പാസ്വേഡ് ലോഗിൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മളൊരു ഇമെയിൽ പാസ്വേഡ് ലോഗിൻ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ DBയിൽ ഇമെയിൽ പാസ്വേഡ് കോളംസ് കീപ്പ് ചെയ്യാം. അതേപോലെ രണ്ടാമത് വരുന്നതാണ് കാറ്റഗറി ടേബിൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ട്സിന് ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാറ്റഗറി ടേബിൾ വേണം. അപ്പോൾ കാറ്റഗറിയുടെ ഉള്ളിൽ നമ്മൾ ആ കാറ്റഗറിക്ക് എന്താണ് പേര്, അതേപോലെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കോളമാണ് പാരന്റ് ID. അതായത് ഇതൊരു സെൽഫ് റെഫറൻസ് ID ആണ്. നമുക്ക് ഇതിൻ്റെ റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ കോളം ഈ ഒരു ടേബിളിനെ തന്നെയാണ് റെഫർ ചെയ്യുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ് കാറ്റഗറീസിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഒരു ടേബിൾ കീപ്പ് ചെയ്യുന്നില്ല. നമ്മൾ സെയിം കാറ്റഗറി ടേബിൾ തന്നെയാണ് സബ് കാറ്റഗറീസിനും കീപ്പ് ചെയ്യുന്നത്.
അതായത് നമുക്ക് ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് കൊണ്ടുവരാം. ഇപ്പോൾ നമുക്ക് ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ കാറ്റഗറി ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ നമുക്ക് മെൻ, വുമൻ, കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് സബ് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാം. ആ കാറ്റഗറീസ് എല്ലാനും നമ്മൾ ഈ ഒരു കാറ്റഗറി ടേബിളിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും കീപ്പ് ചെയ്യുന്നത്, അതിൻ്റെ പേരൻറ്റ് റെഫറൻസ് ഐ ഡി വെച്ചിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് സബ് കാറ്റഗറീസ് ടേബിൾ കീപ്പ് ചെയ്യുന്നില്ല. അതേപോലെ അടുത്തത് വരുന്നതാണ് പ്രൊഡക്ട്സ് ടേബിൾ. ഈ പ്രൊഡക്ട്സ് ടേബിളിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ ഈ കാറ്റഗറീസിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ട്സിൻ്റെ കാറ്റഗറി ഐ ഡി നമ്മൾ ഈ പ്രൊഡക്ട്സ് ടേബിളിൽ ആണ് കീപ്പ് ചെയ്യുന്നത്. അതൊരു ഫോറിൻ കീ റിലേഷനാണ്. ഈ പ്രൊഡക്ട്സ് ടേബിളിൻ്റെ ഉള്ളിൽ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ നെയിമും ഡിസ്ക്രിപ്ഷനും പ്രൈസ് എത്രയാണെന്നുള്ളതും പിന്നെ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് അതൊരു ഇൻഡിജർ ടൈപ്പാണ്. അതായത് ആ പ്രൊഡക്റ്റ് എത്ര എണ്ണം നമ്മുടെ ഇൻവെൻട്രിയിലുണ്ട് എന്നുള്ളൊരു കൗണ്ടും നമുക്ക് കീപ്പ് ചെയ്യാം. ഈ പ്രൈസിൻ്റെ കേസിൽ നമുക്ക് ഈ ഓരോ ഫീൽഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം ഡാറ്റാബേസ്, അതായത് SQL ഡാറ്റാബേസിൽ. ഇപ്പോൾ നിങ്ങൾ യൂസറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിൻ്റെയും പ്രൈമറി കീ, അതായത് ഓരോ ടേബിളിനും ഓരോ പ്രൈമറി കീ ഉണ്ട് SQL. അപ്പോൾ എല്ലാ ടേബിളിൻ്റെയും പ്രൈമറി കീ നമ്മൾ ബിഗ് സീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പിലാണ്, അല്ലെങ്കിൽ ബിഗ് ഇൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതൊരു ഓട്ടോ ഇൻക്രിമെൻറ്റിംഗ് നമ്പർ ആയിരിക്കും. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈമറി കീസ് യൂസ് ചെയ്യാം. ചിലവർ UUID യൂസ് ചെയ്യും, ചിലവർ ഇൻഡിജർ യൂസ് ചെയ്യും, ചിലവർ ബിഗ് ഇൻഡ് യൂസ് ചെയ്യും. നമ്മുടെ ഇവിടെ ബിഗ് സീരിയൽ, അതായത് ബിഗ് ഇൻഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് UUIDയുടെ ആവശ്യം ഇപ്പോൾ കറൻ്റ്ലി ഇല്ല, ജസ്റ്റ് നമ്മൾ സിമ്പിളായിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഈ പ്രൈമറി കീ എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിരിക്കും. അത് ഇൻക്രിമെൻ്റ് നമ്മൾ അതിലോട്ട് ഓരോ റോസ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഇൻക്രിമെൻ്റ് ചെയ്ത് പോകും. അതേപോലെ അടുത്ത വരുന്ന ടൈപ്പാണ് വാർക്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ്. ഇത് നമ്മൾ മെയിൻലി ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ വാർക്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പിൽ നമുക്ക് മാക്സിമം 255 ക്യാരക്ടർ വരെ ഒരു സ്ട്രിങ്ങിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മെയിൻലി നമ്മുടെ പ്രൊഡക്ട്സിനൊക്കെ അത്രയും ലെങ്ത് മതി. പക്ഷെ ഡിസ്ക്രിപ്ഷനിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു 255 ക്യാരക്ടർ മാത്രം സ്റ്റോർ ചെയ്താൽ പോരാ, നമുക്ക് അതിൽ കൂടുതൽ അല്ലെങ്കിൽ വലിയൊരു പാരഗ്രാഫോ വലിയൊരു ഡിസ്ക്രിപ്ഷനോ കീപ്പ് ചെയ്യേണ്ടി വരും. ആ ഒരു സമയത്ത് നമുക്ക് വാർക്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റാബേസ് ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഡാറ്റാബേസ് ഫീൽഡ് ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ്. അതിൽ നമുക്ക് വലിയ ലോങ് ടെക്സ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൈസിലോട്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ന്യൂമറിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റാബേസ് ഫീൽഡ് ടൈപ്പാണ്. അതിൽ നമ്മൾ 2 വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ ലൈക്ക് എത്ര റേഞ്ച് വരെ, അതായത് നമുക്ക് 10 ഡിജിറ്റ്സ് ലോങ് ആയിട്ടുള്ള ഒരു പ്രൈസ് സ്റ്റോർ ചെയ്യണം. അതേപോലെ പ്രിസിഷൻ, അതിൻ്റെ ഡെസിമൽ പോയിന്റ്സ് എത്ര വരെ കീപ്പ് ചെയ്യണം. അതായത് ഇപ്പോൾ 100 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 100.00 ആ ഒരു ഡെസിമൽ പ്രിസിഷൻ കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ ലൈക്ക് 10.5 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ 10.50 എന്നുള്ള ആ ഒരു പ്രിസിഷൻ കീപ്പ് ചെയ്യും. സ്റ്റോക്കിന് നമുക്ക് ജസ്റ്റ് ഒരു ഇൻഡിജർ വാല്യൂ കീപ്പ് ചെയ്താൽ മതി. നമുക്ക് സ്റ്റോക്ക് എപ്പോഴും ഒരു ഇൻഡിജർ ആയിരിക്കും. പിന്നെ കാറ്റഗറി ഐ ഡി ഓൾറെഡി ഒരു ഫോറിൻ കീ ആണ്, ഇവിടെ അത് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഈ NN എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ഇവിടെ എന്താണെന്നുള്ളത്. NN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് നൾ എന്നാണ്. അതായത് ഈ ഒരു ഫീൽഡ് ഒരിക്കലും നള്ളായിട്ട് അല്ലെങ്കിൽ എംപ്റ്റി ആയിട്ട് സേവ് ചെയ്യാൻ പാടില്ല. നെയിം എപ്പോഴും നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ ചില ഫീൽഡ്സിൽ നമ്മൾ NN കൊടുത്തിട്ടുണ്ട്, അതായത് ആ ഫീൽഡ് എപ്പോഴും റിക്വയർഡ് ആയിട്ടുള്ള ഫീൽഡാണ്. അതായത് യൂസറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഫീൽഡാണ്, പാസ്വേഡ് ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഫീൽഡാണ്. പക്ഷേ ഫുൾ നെയിം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നള്ളായിട്ട് കീപ്പ് ചെയ്യാം. കാരണം അവർക്ക് ഇനീഷ്യലി ഓൺബോർഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു പാസ്വേഡും ഇമെയിലും അടിച്ചിട്ടായിരിക്കും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ നെയിം പിന്നീട് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മളതൊരു എംപ്റ്റി അല്ലെങ്കിൽ നൾ ഫീൽഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. പ്രൊഡക്ട്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നതാണ് ഓർഡേഴ്സ് ടേബിൾ. അതായത് ഈ പ്രൊഡക്ട്സ് നമുക്ക് യൂസറിന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഓർഡേഴ്സ് ടേബിളിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഓർഡർ ടേബിളിൽ ആരാണ് ആ ഓർഡർ പർച്ചേസ് ചെയ്തതെന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോറിൻ കീ റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് യൂസേഴ്സ് ആയിട്ട്, ഏത് യൂസറാണ് അത് പർച്ചേസ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സ്റ്റാറ്റസ് കോളം നമ്മൾ ഇപ്പം തൽക്കാലത്തേക്ക് വാർക്യാറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അവിടെ ഒരു എന്ത് സ്ട്രിങ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആക്റ്റീവോ പെൻഡിങ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് കംപ്ലീറ്റഡ് ലൈക്ക് ദാറ്റ് സ്റ്റാറ്റസ് നമുക്ക് കീപ്പ് ചെയ്യാം.
അതേപോലെ എത്ര എമൗണ്ടിനാണ് ആ ഒരു ഓർഡർ അയാൾ വാങ്ങിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്രയാണ് ആ ഒരു ഓർഡർ വാല്യൂ എത്രയാണെന്നുള്ളത്, ആ ഒരു വാല്യൂ ആസ് യൂഷ്വൽ നമ്മൾ പ്രൈസ് എപ്പോഴും ന്യൂമറിക് ഈ ഒരു ഡാറ്റ ടൈപ്പ് ഫീൽഡിലായിരിക്കും സേവ് ചെയ്യുന്നത്. അത്രയും ഡീറ്റെയിൽസ്. പിന്നെ എപ്പോഴാണ് ആ ഓർഡർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള ഒരു ടൈം സ്റ്റാമ്പും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് വരുമ്പോൾ ഓർഡർ ഐറ്റംസ്, അതായത് ആ ഒരു ഓർഡറിൽ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്തേക്കുന്നത് എന്നുള്ള ഒരു ഇത് നമ്മൾ കീപ്പ് ചെയ്യണം. അത് നമ്മൾ ഓർഡർ ഐറ്റംസ് ടേബിളിലാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഓർഡർ ടേബിൾ ആയിട്ടൊരു റിലേഷൻഷിപ്പ് വേണം. കാരണം ഏത് ഓർഡറിന്റെ അണ്ടറിലാണ് ഈ ഓർഡർ ഐറ്റംസ് വരുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായിരിക്കണം. അതേപോലെ പ്രൊഡക്റ്റ് ടേബിൾ ആയിട്ടൊരു റിലേഷൻഷിപ്പും കൂടി വേണം. കാരണം ഏത് പ്രൊഡക്റ്റാണ് അയാൾ ആ ഓർഡറിൽ പർച്ചേസ് ചെയ്തേക്കുന്നതെന്നും നമുക്കറിയാം. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും ആ ഒരു ഓർഡറിന്റെ ഡീറ്റെയിൽസും ലിങ്ക് ചെയ്തിട്ട് നമ്മൾ 2 ഫോറിൻ കീ ആണ് ഓർഡർ ഐറ്റംസ് ടേബിളിൽ കീപ്പ് ചെയ്തേക്കുന്നത്. അതേപോലെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് എത്ര ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ ഒരു ഇൻഡിജർ ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീസ് എടുക്കുമ്പോൾ ഈ സ്റ്റോക്കിൽ നിന്ന് അത്രയും ക്വാണ്ടിറ്റീസ് അത് മൈനസ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ യൂണിറ്റ് പ്രൈസ് ഓൾറെഡി ഈ നമുക്ക് പ്രൊഡക്റ്റ് ടേബിളിൽ പ്രൈസ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് പ്രൈസ് അവിടെ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിന്റെ പ്രൈസ് നമുക്ക് ജസ്റ്റ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ചിലപ്പോൾ ഇന്ന് കാണുന്ന പ്രൈസ് ആയിരിക്കത്തില്ല നമ്മൾ നാളെ കാണുന്നത്. ഓരോ ഡിസ്കൗണ്ടുകൾ വന്നിട്ട് ചിലപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ എത്ര രൂപയ്ക്കാണ് അത് പർച്ചേസ്, അല്ലെങ്കിൽ എത്ര എമൗണ്ടിനാണ് നമ്മൾ അത് പർച്ചേസ് ചെയ്തതെന്ന് നമ്മൾ നമ്മുടെ DBയിൽ കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക് ആയിട്ടിരിക്കും. പിന്നീട് പ്രൊഡക്റ്റിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഈ പ്രൈസ് ചേഞ്ച് ആവത്തില്ല. നമ്മൾ എത്ര രൂപയ്ക്കാണ് അത് പർച്ചേസ് ചെയ്തതെന്ന് നമുക്ക് ഓർഡർ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡർ ഐറ്റത്തിൽ യൂണിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് ആഡ് ചെയ്തേക്കുന്നത്. അതേപോലെ ഓർഡേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതാണ് യൂസേഴ്സ് പർച്ചേസ് ചെയ്യുന്ന സെക്ഷൻ. അതായത് യൂസേഴ്സ് ഒരു പേയ്മെന്റ് ഗേറ്റ്വേ ത്രൂ ഈ ഒരു ഓർഡർ പർച്ചേസ് ചെയ്തു. അപ്പോൾ അവരൊരു പേയ്മെന്റ് ചെയ്യണം. ആ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പേയ്മെന്റ് ഡീറ്റെയിൽസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ വേണം. അതിന് വേണ്ടിയിട്ടാണ് പേയ്മെന്റ് ടേബിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പേയ്മെന്റ് ടേബിളിൽ നമുക്ക് അറിയേണ്ടത് ഏത് ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് യൂസർ പേ ചെയ്തേക്കുന്നതെന്ന് അറിയണം. അതേപോലെ ഏത് പേയ്മെന്റ് മെത്തേഡാണ് അവർ യൂസ് ചെയ്തേക്കുന്നതെന്ന് നമുക്കറിയാം. അതേപോലെ എത്ര എമൗണ്ട് ആണ് പേ ചെയ്തേക്കുന്നത്, ആ പേയ്മെന്റ് ചിലപ്പോൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ പേയ്മെന്റ് ഫെയിൽ ആവാം. അപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് ഫെയിൽ ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ പേയ്മെന്റ് എൻട്രീസ് വരാം. ലൈക്ക് ഫസ്റ്റ് ടൈം അയാൾ പേയ്മെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഓർഡർ അവരുടെ പേയ്മെന്റ് ഫെയിലായി. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റാറ്റസ് ഫെയിൽഡ് എന്ന് മാറും. പിന്നെ ഒന്നുകൂടി ആൾ റീട്രൈ ചെയ്യുമ്പോൾ സക്സസ് ആയി. അപ്പോൾ നെക്സ്റ്റ് ഒരു പേയ്മെന്റ് എൻട്രി വരും ഒരു ഓർഡർ ടേബിളിലല്ല പേയ്മെന്റ് ടേബിളിൽ. അപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് നമ്മൾ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ പേയ്മെന്റ് സക്സസ് എന്നുള്ള രീതിയിലോട്ട് മാറ്റും. പിന്നെ എപ്പോഴാണ് അയാൾ പേ ചെയ്തതെന്നുള്ള ഒരു ടൈം സ്റ്റാമ്പ് നമ്മൾ കീപ്പ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ബേസിക്കലി നമ്മുടെ ഒരു ഇനീഷ്യൽ ബേസിക് സെറ്റപ്പ് ഓഫ് ഡാറ്റാബേസ് ഡിസൈൻ ഫോർ ദി ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. ഇതിൽ നിങ്ങൾ മെയിൻലി ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡാറ്റാബേസ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് എന്തൊക്കെ എൻറ്റിറ്റീസ് ആണ് വേണ്ടത് എന്നുള്ളൊരു ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ DB ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് കുറച്ച് ബേസിക് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ടേബിൾസിന് നെയിം കൊടുക്കുന്നതെന്നുള്ളത്. ചിലവർ സിംഗുലാർ പേരുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കാറ്റഗറീസ് എന്നുള്ളതിന് കാറ്റഗറി, യൂസർ എന്നുള്ളതിന് യൂസർ, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ യൂസേഴ്സ് ടേബിളിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ടേബിളിനെ നമ്മൾ യൂസേഴ്സ് എന്ന് നെയിം ചെയ്തേക്കുന്നത്. നമ്മളൊരു പ്ലൂരൽ ഫോമിലാണ് നെയിം കൊടുത്തേക്കുന്നത്. അതേപോലെ നമ്മുടെ നെയിം എല്ലാം ലോവർ കേസിലാണ്. നമുക്ക് ഏത് കേസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ കേസാണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ നമ്മുടെ ഫീൽഡ്സിന്റെ നെയിം എല്ലാനും നമ്മളൊരു സ്നേക്ക് കേസാണ് ഫോളോ ചെയ്തേക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെയാണ് ഡാറ്റാബേസ് ഫീൽഡ്സ് നെയിം ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുവാണ്, അപ്പോൾ എല്ലാത്തിലും നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യുമ്പോൾ ഒരു കൺസിസ്റ്റൻസി ഫീൽ ചെയ്യും. അപ്പോൾ ബേസിക്കലി ഇത്ര
ഉള്ളൂ ഒരു ബേസിക് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ഓൺ ഗോയിങ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഓരോ ഫീൽഡ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും അതിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യാനും റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റിക്വയർമെന്റ്സ് നോക്കിയിട്ട് എന്തൊക്കെ ഫീൽഡ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഓൺ ദ ഗോയിങ്ങിൽ എങ്ങനെ വേണമെങ്കിലും ഇത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക് ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ട് ഡാറ്റാബേസ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു.